മലപ്പുറം കൂരിയാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറീസ് ഉടമകൾ കോടികളുമായി മുങ്ങിയതായി പരാതി. കുറി ഉടമയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് തട്ടിപ്പിനിരയായവർ കൂറ്റനാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ ജില്ലകളിലെ 14 ശാഖകളിൽ നിന്ന് സമാഹരിച്ച തുകയുമായി മുങ്ങിയ ഉടമകളെ പിടികൂടി നിയമ നടപടി സ്വീകരിക്കണമെന്നും ഓരോരുത്തർക്കും നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്കും പോലീസ് മേധാവികൾക്കും നിവേദനം നൽകുമെന്നും ഈ മാസം 27-ന് നിലമ്പൂരിലുള്ള സ്ഥാപനയുടമ MR ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് ഇരകൾ മാർച്ച് നടത്തുമെന്നും തൃത്താല മേഖലയിൽ പണം നഷ്ടപ്പെട്ടവർ കൂറ്റനാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ കാരാട്ട് കുറീസ് ധനക്ഷേമനിധി എന്നീ സ്ഥാപനങ്ങളുടെ MD പാലമോട് ഉണ്ണിച്ചന്തം കിഴക്കേതിൽ സന്തോഷ്, ഡയറക്ടർ P മുബഷീർ, MR ശ്രീജിത്ത് എന്നിവർ രാജ്യം വിട്ടുപോകാതിരിക്കാൻ പോലീസ് ജാഗ്രത പാലിക്കണമെന്നും പണം നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കാരാട്ട് കുറീസിന്റെ 14 ശാഖകളിൽ ചിട്ടിയിൽ ചേർന്നവർ തട്ടിപ്പിന് ഇരകളാണ്. ധനക്ഷേമനിധിയിൽ സ്ഥിര നിക്ഷേപം നടത്തിയവരും കബളിക്കപ്പെട്ടു. ശ്രീജിത്ത് പറയുന്നത് ഈ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് വളരെ അർത്ഥം മനസ്സിലാവും. സന്തോഷ് നിലമ്പൂര്, മുബഷീർ എടക്കര. ഇവർക്ക് 2 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവർ 3 മാസം മുമ്പേ സൂപ്പർ മാർക്കറ്റ് അവരെ പേരുന്ന് മാറ്റിയിട്ട് ഡയറക്ടർമാരെ കയ്യിലുള്ളതൊക്കെ നിലവിലുണ്ടായിട്ട് ഇവർ ബോർഡ് വെച്ചിരിക്കുകയാണ്. ഈ സ്ഥാപനവുമായി ഇവർക്കൊരു ബന്ധമില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം. നിലവിൽ പോലീസ് ചെയ്യുന്നതാണ് ഒറ്റ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആര് പരാതി കൊടുത്താലും ആ സ്ലിപ്പ് അതിമെങ്ങനെ എൻട്രി ചെയ്ത് പോവുകയാണ്. അത് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിയമവശം അവർ സുഖമാവും. അവർ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് നികുതി ഷീറ്റിന് പുറത്തിറങ്ങാം. നിരവധി കേസായിട്ട് പല വഞ്ചന കുറ്റം നമ്മൾ ഇതാക്കി പല കുറ്റങ്ങളുണ്ട്. അതൊന്നും പോലീസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യില്ല. MLA നിലമ്പൂർ MLA അൻവറാണ്. നിലമ്പൂർ മേഖലയിൽ മാത്രം നിക്ഷേപകർ, ജീവനക്കാർ എന്നിവരിൽ നിന്ന് 600 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. തൃത്താല മേഖലയിലും 100 കണക്കിന് വ്യാപാരികൾ വഞ്ചിതരായിട്ടുണ്ട്. നവംബർ 19-ന് അർദ്ധരാത്രിക്കു ശേഷമാണ് പ്രതികൾ രേഖകളും പണവുമായി കാറിൽ കടന്നുകളഞ്ഞതെന്ന് അറിവായിട്ടുണ്ട്. അന്നു രാത്രി കാരാട്ട് കുറീസിലെ 2 പേർ കാറിലെത്തി സ്ഥാപനം തുറന്ന് രേഖകൾ കടത്തുന്നതിന്റെ CCTV ദൃശ്യം പോലീസിനെ മറ്റു ജീവനക്കാർ കൈമാറിയതായും പരാതിക്കാർ പറയുന്നു. തൃത്താല, കൂറ്റനാട് മേഖലകളിലുള്ള 100 കണക്കിന് വ്യാപാരികളും വീട്ടമ്മമാരും പട്ടാമ്പി ശാഖയിലാണ് പണമടച്ചിരുന്നത്. 19 മുതൽ സ്ഥാപനം തുറക്കുന്നില്ല. കുറി കിട്ടിയവർ പണം കൈപ്പറ്റാൻ ചെന്നപ്പോഴാണ് കമ്പനി പൂട്ടിപ്പോയതായി അറിഞ്ഞത്. 1 ലക്ഷം മുതൽ 25 ലക്ഷം വരെ നഷ്ടപ്പെട്ടവർ ഈ മേഖലയിലുണ്ട്. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് വിമുഖത കാട്ടുകയാണെന്നും പ്രത്യക്ഷ സമരത്തോടൊപ്പം നിയമ നടപടി സ്വീകരിക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനമെന്നും ഇരകളുടെ പ്രതിനിധികളായ VP നിഷാദ് ആലൂർ, VP മുഹമ്മദ്, ആഫിദ് VK കടവ്, TP ലാഗേഷ് പള്ളിപ്പുറം, CK അബ്ദുൽ ഖാദർ ആലൂർ, K ഷെരീഫ് മലറോഡ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരാട്ട്പൂരി എന്നൊരു ചിട്ടി കമ്പനിയിലാണ് ഞങ്ങൾ എല്ലാവരും നിക്ഷേപിച്ചത്. ഏകദേശം ഞങ്ങൾ ഒരാളുകൾ 1 ലക്ഷം രൂപ മുതൽ കുറികൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുറികളാണ് ഞങ്ങൾ ചേർന്നത്. ഏകദേശം 5 ലക്ഷം രൂപ ഉണ്ട്, 25 ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുകളുണ്ട്. ഈ കമ്പനി ഏകദേശം 13 വർഷമായിട്ടുള്ള കമ്പനിയാണ് എന്നാണ് ഞങ്ങളോട് അവർ പറഞ്ഞത്. ഇത് സർക്കാരിൻ്റെ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് എന്നാണ് ഞങ്ങൾ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിത്യവും ഞങ്ങൾ വരുമാനത്തിന് വരുന്ന ചെറിയ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ കുറി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ കുറി കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണം തരുമെന്നാണ് ഞമ്മോട് പറഞ്ഞത്. തുടക്കത്തിൽ അതൊക്കെ അവർ പാലിച്ച് മുന്നോട്ട് പോയിരുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ മൊത്തം പ്രശ്നത്തിലായിരുന്നു. നിലവിൽ ഇപ്പോൾ ഏകദേശം 100 കോടി രൂപ മുങ്ങിയാണ് ഞങ്ങൾ അറിയുന്നത്. അതിൻ്റെ മുബഷീർ, സന്തോഷ് എന്ന ആളുകളാണ് ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഈ കമ്പനീൻ്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് MR ശ്രീജിത്ത് എന്ന ആളുടെ പേരിലാണ്. അവരുടെ അളിയനാണെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലായത്. ആൾ നാട്ടിലുണ്ട്. CCTV ന്യൂസ് തൃത്താല.